എടാ 1 ലിറ്റർ എടുത്തടാ. ഇരട്ട് കഴിഞ്ഞ പറഞ്ഞ മേടിക്കായിരുന്നു. എന്ത് 1 ലിറ്റർ എടുത്തേ ചേട്ടാ. ഒരു കൂട്ടുകാടാ നിക്കണ്ട. എന്തൊരു കഷ്ടം നോക്കണേ. മോനെ എന്താ പറ്റിയ മോനെ? പേഴ്സ് എടുക്കാൻ മറന്നുപോയെന്നേ. കള്ളു കുടിക്കാണ്ട് എങ്ങനെയാ? അതും സാരല്ല, ഒരു പേർക്ക് ഞാൻ വേണ്ടി കുഴപ്പമില്ല, ചേട്ടൻ കഴിച്ചു. അതൊന്നും കുഴപ്പമില്ലേ, അതൊക്കെ റെഡിയാക്കാം. ചേട്ടന് ബുദ്ധിമുട്ടാവില്ലേ? ഇവിടെ വന്നിരിക്കുന്നേ. അതന്നെ കുപ്പി, ഗ്ലാസ്, സ്നാക്സ്, വാട്ടർ ഒക്കെ ഉണ്ട്. മോനെ, മോന്റെ പേരെന്താ? എന്റെ പേര് തങ്കം. ഓ, എന്റെ പേര് ശൃംഗാരം. മോനെ, ഞാനേ കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം, മറ്റേക്ക് കേക്കിട്ടോ. മദ്യപിക്കാൻ മുട്ടിയതെന്ന ഒരാൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കുന്ന ആള് വലിയ, കുടിക്കുന്നവർക്ക് കള്ളു വാങ്ങിച്ചു കൊടുക്കുന്ന കർണനാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ഇത്ര തങ്കമായ എന്നെ എന്റെ ഭാര്യ എന്താ പറയുന്നറിയാമോ? എന്നെ കള്ളൂടിയാന്നാ പറയുന്നേ. നിങ്ങളെ കള്ളൂടിയെന്നോ? അതെ മോനെ. നിന്റെ പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, ചവിട്ടി കൂട്ടി വേണ്ടേ? എന്റെ പെണ്ണുമ്പിള്ള നീ ചവിട്ടി കൂട്ടെന്ന് പറയുന്നോടാ? അവളെ ചവിട്ടി കൂട്ടാൻ നീ ആരാ? നിങ്ങൾ ഇങ്ങനെ എന്നെ തല്ലാൻ പാടുണ്ടോ? നിങ്ങൾ എന്നെ തല്ലാൻ പോവാ, ഞാൻ പോവാ. എനിക്ക് വയ്യ. എങ്ങനെ നീ എന്നെ വിട്ടിട്ട് പോവാനോടാ? അങ്ങനെയാണെങ്കിൽ ഒരു ഫുള്ളും കൂടെ പറ. അതെ മോനെ, ഒരു ഫുൾ പ്ലീസ്. മോനിരിക്കെ, എന്നെ ഇട്ടു പോലെടാ. ഏതങ്ങ് പിടിക്കാം. ഇനി വേറൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി കഴിഞ്ഞു. 10 വർഷമായി? 10 വർഷമായി. പക്ഷെ എനിക്കും എന്റെ ഭാര്യയ്ക്കും ഒരു കൊച്ചു പോലും. ചേട്ടനൊരു കൊച്ചുണ്ടായിരുന്നെങ്കിൽ അത് നല്ല കാര്യമല്ലേ? എടാ, അതിന് എന്റെ ഭാര്യ എന്നെ വിട്ടുപോയില്ലടാ. എനിക്ക് പിള്ളേരുണ്ടാവില്ലെന്നും പറഞ്ഞു. പോവാൻ പാടുണ്ടോ? എന്നെ വിട്ട് പോവാൻ പാടുണ്ടോ? എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ എന്നെ കുറ്റം പറഞ്ഞ? നിക്കടാ. അവിടെ നിക്ക്, ഞാൻ അങ്ങോട്ട് വരാം. എനിക്കൊന്ന് ബൈക്ക് ഓടിക്കാൻ തരുമോ? ഞാൻ ഓടിക്കാന്നേ. നിനക്ക് ഡ്രൈവിംഗ് അറിയാം? ശരിയെന്ന് ഓടിച്ചു. വേറെ വണ്ടർ വുമൺ വിട്ടു. ഈ പൂക്കളുടെ നടുവില് നീയും ഒരു പൂ പോലെയുണ്ട്. ആദിത്യ, ഇത് നീയാണോ ചെയ്തേ? ഇറ്റ്സ് ലവ്ലി ആൻഡ് യുണീക്ക്. യാ, ഡോണ്ട് യു ബിലീവ് ഇറ്റ്? ആദിത്യ, നമ്മള് രണ്ടുപേരും ഇന്ന് ഉറങ്ങാതെ ഇങ്ങനെ തന്നെ ഇരുന്ന എന്ത് നന്നായിരുന്നല്ലേ. പാവം, ആരുടെയോ കുട്ടികൾ ഇപ്പൊ എന്റെ കുട്ടികളായി. അതേന്നെ, സത്യ പറഞ്ഞ്. പാവം പിള്ളേരാ, അവർക്ക് ആരുമില്ല. അതുകൊണ്ട് ഞാൻ അവരെ ദത്തെടുത്തു. എന്തുകൊണ്ടാന്നറിയോ? എനിക്കും ആരുമില്ല. പാവ അദ്വൈക,
അനാഥയാ. ഈ ലോകത്തില് നീ ഒരു യുണീക് പേഴ്സണാ. യു ആർ എ ഗോഡസ്. ദേവത ഒരിക്കലും അനാഥയായിരിക്കില്ല. തങ്കം ഇതാ എത്തി. അല്ല തങ്കം, നീ ഇതെവിടെ പോയതാ? ഞാനങ്ങോട്ടും പോയില്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തനിച്ചായതുകൊണ്ടേ ഞാൻ അടുത്തുള്ള അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വന്നതാ. പിന്നെ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് കൈവീശി വരുന്നത് ശരിയല്ലല്ലോ. അതെ മക്കളെ, ആ ടേബിൾ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ, നമുക്ക് ഇച്ചിരി പണിയുണ്ട്. ആ ഇന്ന് പിടിക്ക് ബർത്ത്ഡേ ബേബി. ടേക്ക് ഇറ്റ്. വെയിറ്റ്, പിള്ളേരെല്ലാം ഒന്ന് സൈഡിലേക്ക് വന്നേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അദ്വൈക. ഹാപ്പി ബർത്ത്ഡേ. പിള്ളേരൊക്കെ വന്നേ. Are you happy now? എല്ലാവർക്കും മുറിച്ച് തരാട്ടോ. കുറേശ്ശെ കഴിക്കണേ, ഷുഗർ വരും. കേക്ക് കൊടുത്തിട്ടൊന്നുമല്ല. കുറേ കേക്ക്. നീയും കഴിക്കും. തങ്കം, നീ ഇവിടെ കിടന്നോ. കുട്ടികളെ, നിങ്ങൾ അകത്ത് പോയി കിടക്ക. ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ്. കിഡ്സ്. ഗുഡ് നൈറ്റ്. എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടാ. നല്ല രസം ഇവിടെ. ശരി, ഉം. നല്ല ബ്യൂട്ടിഫുൾ. നീ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ? ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ കണ്ടെത്തിയത് എൻ്റെ പ്രണയം നിന്റെ ഉള്ളിലും നിന്റെ പ്രണയം എൻ്റെ ഉള്ളിലുമാണ്. ഈ ലവ് എന്ന് പറഞ്ഞാലേ ഒരു മാജിക്കൽ ഫീലിംഗ് തന്നെയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ബ്രോ. ആ പോ. ഏയ്, വരൂ വരൂ സർ. വെൽക്കം ടു മൈ ഷോപ്പ്. ഇവിടെ ഇരിക്കെ. ഓക്കെ, എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത്? കുറേ ദൂരം പോകാനുള്ളതല്ലേ. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ തിരിച്ചു വരുമോ? വരും. പ്രോമിസ്? പ്രോമിസ്. അതായത് എനിക്ക് ചെറിയൊരു ജോലി തീർക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഉറപ്പായി ഞാൻ തിരിച്ചു വരും. ഓക്കെ അല്ലേ? പോകല്ലേ, പോണെന്ന് അത്യാവശ്യം. പ്ലീസ്, എന്നാ ഇവിടെ തന്നെ നിൽക്കാത്ത?